ധ്യാനകഥ. സങ്കല്പം. ഗർഭിണിയായ ഒരു നായ് പ്രസവിച്ചിരിക്കുന്നു. നല്ല 3 കുട്ടികൾ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ആ അമ്മ നായ്ക്കുട്ടി ധ്യാനമന്ദിരത്തിന്റെ അടുത്ത് രാത്രി എപ്പോഴോ അഭയം തേടി വന്നതായിരിക്കാം. ദാ ഇപ്പോൾ നല്ല ഓമനത്വമുള്ള 3 കുട്ടികൾക്ക് അത് ജന്മം നൽകിയിരിക്കുന്നു. ധ്യാന സാധകൻ നായ്ക്കുട്ടികളുടെ കരച്ചിൽ ശബ്ദം കേട്ടാണ് പുറത്തു വന്ന് നോക്കിയത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുമുട്ടുന്നതായിട്ടും നല്ല പരിചയമുള്ളതുപോലെ ആ അമ്മപ്പട്ടി വാലാട്ടി നിന്നു. കുട്ടികൾക്ക് എണീക്കുവാൻ വയ്യെങ്കിലും അമ്മയുടെ പാൽ കുടിച്ച് ഉഷാറായി കിടക്കുന്നു. ധ്യാന സാധകന് ഇതുകണ്ട് സന്തോഷമായി. അകത്ത് ചെന്ന് കുറച്ച് ഭക്ഷണം ആ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ സാധകന്റെ ദിനചര്യയുടെ ഭാഗമായി മാറ്റി ആ നായ്ക്കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല. അങ്ങനെയിരിക്കെ 3 കുട്ടികളിൽ ഒന്നിന് എഴുന്നേൽക്കുവാൻ സാധിക്കാത്തവണ്ണം വയ്യാതായി. ഇത് സാധകനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം വേഗം തന്നെ മരുന്ന് വാങ്ങിക്കൊടുത്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ നായ്ക്കുട്ടി ചുണക്കുട്ടിയായി മാറി. ധ്യാന സാധകന്റെ പരിപാലനം ഗുരു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാധകന്റെ അവയോടുള്ള സ്നേഹം ഗുരുവിനെ സന്തോഷിപ്പിച്ചിരുന്നു. ധ്യാന ഗുരു ഒരു ദിവസം അവനോട് പറഞ്ഞു, സഹജീവികളോടുള്ള കടമ ഈശ്വരന്റെ നോട്ടത്തെ ആകർഷിക്കും. ധ്യാന സാധകൻ സന്തോഷത്തോടെ ഗുരുവിന് മറുപടി കൊടുത്തു. അതിന്റെ വിഷമം കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. എന്റെ ജീവൻ എടുത്തിട്ട് അതിന് ജീവൻ കൊടുക്കാൻ പോലും പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ധ്യാനഗുരു സാധകന്റെ ഉള്ളു തുറക്കുവാൻ വേണ്ടി ഒരു സത്യം പറഞ്ഞു. പ്രിയനെ, സാധകർ സഹജീവികളോട് കടമ നിറവേറ്റുമ്പോൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടതായി വരും. ആ സ്നേഹം സ്വീകരിക്കുന്ന ജീവി കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട് എന്ന്. ധ്യാന സാധകൻ സംശയത്തോടെ ഗുരുവിനോടായി പറഞ്ഞു, അങ്ങനെ സങ്കൽപ്പിച്ചാൽ എന്തു ഗുണമാണ് കിട്ടുക മഹാഗുരു? ധ്യാനഗുരു ശാന്തമായി പറഞ്ഞു, അത്തരം ചിന്ത നിലനിർത്തിയാൽ നിനക്ക് അവയോട് കാരുണ്യം തോന്നി എന്ന ചിന്ത വരില്ല. പകരം കടമ വീട്ടി എന്ന ചിന്ത വരും. അപ്പോൾ കർത്തൃത്വ മനോഭാവം വരികയുമില്ല. ധ്യാന സാധകന് അത് പുതിയ അറിവായിരുന്നു. തീർച്ചയായും ഞാൻ കാരുണ്യം കാട്ടി എന്ന അഹംബുദ്ധി വരാതെ എനിക്ക് കർമ്മം അനുഷ്ഠിക്കുവാനാകും. കർമ്മം ചെയ്യുമ്പോഴും കർമ്മം സ്പർശിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി മഹാഗുരു. ഒരു തുള്ളി വെളിച്ചം. കർമ്മം കുറയ്ക്കുവാനാകണം കർമ്മം ചെയ്യേണ്ടത്. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.